ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വീഡിയോ ഇടുന്നത്. വീണ്ടും ഉള്ളുന്ന് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യം ഞാൻ പറയാണ്, എന്ത് തെറ്റുകളൊക്കെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം അതുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇതിപ്പത്തെ കാട്ടണം ചിക്കന് എന്താ നോക്കണേ? അതായത് വിളയിൽ ചിക്കൻ ബിരിയാണി ഇല്ലടാ പറഞ്ഞേ. അതായത് എന്റെ പെങ്ങളായ പുമോള ചിക്കൻ ബിരിയാണി. ചിക്കനോട് ഇതില് ചിക്കൻ ആണെങ്കിൽ എന്താ ചെയ്യോ, 2 കല്ല് തീക്കിട്ടാ മതി. അപ്പോൾ ചിക്കനാവും. ഇടട്ടെ? വേണ്ട. അപ്പോൾ ചിക്കൻ 2 ചിക്കനായി. ഒന്ന് എനിക്കും ഒന്ന് എനിക്കും അല്ലേ അതിൽ ചിക്കന്. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഉള്ളത് അറിയും, അതായത് എൻ്റെ പെങ്ങളെ വീട്ടിലാണ്. അതായത് മൂന്നാമത്തെ പെങ്ങളെ വീട്ടിലുള്ളത്. വിളയിലാണ് സ്ഥലം. അപ്പം അവർ അടുക്കള കേട്ടോ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ അവർ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതിന് മുമ്പുണ്ടല്ലോ ആർക്കാരുണ്ട് പ്രശ്നം എന്താ ആന്ന് വിഷയമില്ല, അതൊക്കെ വീഡിയോ അല്ലേ അവിടെ. ഇത് അടുക്കളയിൽ പണി ഉണ്ടാകുമ്പോൾ ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല, എല്ലായിടത്തുള്ള അവസ്ഥയാണ്. അപ്പം ഇന്നിവിടെ നമ്മളെ സ്പെഷ്യലായ മലബാർ ബിരിയാണി. എന്താ പേരെന്താ? മലബാർ ചിക്കൻ ബിരിയാണി സ്പെഷ്യലാട്ടോ. ഏത് വിളയിലോ? നാട്ടിലത്തെ ഓള് പറഞ്ഞോള് വിളയിലാണ്, വിളയിലാണുള്ളത്. അപ്പോൾ വിളയിൽ ചിക്കൻ ബിരിയാണി ആണ് അവള് പേര് പറഞ്ഞത്. അപ്പോൾ നോക്കാം, ഒരൊറ്റ മാസം മുമ്പ് ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കൂടി ഞാൻ കാണിച്ചു തരാം എനിക്ക്. അതിനു മുമ്പ് ഇവിടെ ആരൊക്കെ ഉള്ളത് നോക്കാം നമുക്ക്. ഇത് അനിയൻ എത്തിക്കണ്. അനിയൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് എടുത്തിക്കണ്. അല്ലേ ബിരിയാണി ഉണ്ടായപ്പോഴത്തെ ഇവിടെ എത്തി. പിന്നുള്ളത് ഇവിടെ ചിക്കനൊക്കെ എന്താ ചിക്കൻ ഉള്ളത്. ചിക്കൻ ഫുൾ സെറ്റ് ആക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പത്തെ കാട്ടണം ചിക്കന്. എന്താ നോക്കണേ? അല്ല ഏത് ഇതുണ്ട് നോക്കാനോ? തൂവലുണ്ട് നോക്കാനോ? എൻ്റെ ഈ കയ്യിന്റെ ഭാഗം മാത്രമേ കാണുള്ളൂ. പ്രശ്നമില്ലല്ലോ. എന്റെ വീഡിയോ പിന്നല്ലാണ്ട് ഇജ് കാണല്ലേ? ഇജ് കാണല്ലേ? വേണ്ട, ആരെങ്കിലും ഒരാൾ കണ്ടാൽ എനിക്ക് വലിയ വിജയമാണ്. ഒരാള് പിന്നെ ഉള്ളി വലിച്ചിട്ടുണ്ട്. എന്താ ഉള്ളി ഫുള്ള് നൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മസാലക്കുള്ളിട്ട് ഉള്ളിയാട്ടോ. ഗ്യാസിൻ്റെ സ്ഥലം, ഇത് ഗ്യാസാണ് ഈ കാണുന്നത്. അതായത് ഗ്യാസ് അടുപ്പും കാര്യങ്ങളും. പിന്നെ ഇത് സാധാരണ അടുപ്പാണ്. എന്താ സ്റ്റീലൊക്കെ വെച്ച് ദമ്മാക്കിയിട്ടാണ് തീ എത്തിക്കണം. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഫിറ്റിംഗ് ഉള്ള സംഭവം കേട്ടോ. ഇതെന്താ പറയലോ മോളെ? റെഡിമെയ്ഡ് അല്ലേ? തെറോസിമെന്റ്. ഇതാ ഇവിടെയുള്ള സാധനം നോക്കണ്ട നിങ്ങള്. ആക്കെ എല്ലാ വീട്ടിലുള്ള അവസ്ഥ തന്നെ. എന്താ തെറോസിമെന്റ് അത് കൊള്ളല്ലോ. പിന്നെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഏരിയ ഉണ്ടല്ലോ, അതിന് ഫ്രിഡ്ജിക്കായിട്ടൊരു സ്പേസ് ഉണ്ടാക്കി. അടുക്കള ഭാഗട്ടോ മാത്രമേ കാണിക്കണത്. അപ്പോൾ ഇവിടെ ചിക്കൻ ഫുള്ള് റെഡി ആക്കിയാണ്. അതിന് നമുക്ക് വേറെ ചിക്കൻ അതെ ഓളം പിടിച്ചു. എൻ്റെ കൈക്കതാ അടുത്ത് കയ്യോ? കൈക്കടിക്കല കേട്ടോ. ഒരു കൈ തന്നെ ആകെ പരിക്കഴിക്കാണ്. ഇനി പിടിച്ചാണ്ടോ? അപ്പോൾ അങ്ങനെ ഇവിടുത്തെ അളിയൻ എന്ത് ചെയ്യേണ്ടത്, കുറച്ച് പണിയുണ്ട് പുറത്ത്. നമുക്ക് പുറത്ത് പോയിട്ട് എന്താ ഇത് ചിക്കൻ റെഡി ആക്കുമ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഒന്നിട്ട് തിരിച്ചു അത് കാണിച്ചു തരാം. ചിക്കൻ റെഡി ആക്കി കഴിയുമ്പോൾ ഞാൻ എടുത്തും എന്താ അളിയനാട്ടത്. ഇവിടെ അതില് ആ പെരേ കണ്ടമാനുണ്ട് ബാക്കില്. ഈ തേക്ക് മുറിക്കാണ്. ഇതെത്ര കൊത്തി ഉണ്ടാക്കണ ഫുള്ളായിട്ട്? എന്നാ എന്നെ കാൽ തട്ടൂലല്ലേ? ഇവിടെ താഴ്ചയുള്ള സ്ഥലമാണ്. അപ്പം ആ മരം താഴത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു വേരുണ്ടായില്ലല്ലോ ആ ഭാഗത്ത്. ഇത് കാതുണ്ടാവൂലേ? തേക്കല്ലേ? അളിയാനാട്ടത്.
നമ്മളെ ചെറിയ അളിയന്. വീഡിയോ ഉണ്ടാവും. പിന്നെ അളിയൻ്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാർപ്പൻ്റർ അതല്ലേ? കാർപ്പൻ്റർ അല്ല ശരിക്കറിയില്ല. ആ തന്നെ. അപ്പം സ്വന്തമായിട്ട് എന്ത് ചെയ്യും, ജനവാതിൽ കട്ടില് എല്ലാം അളി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വർക്കാണ്. അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ ഇതിന് കൊടുക്കട്ടെ അളിയാ ചുട്ടിയെ. അപ്പൊ ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. അതായത് വർക്കുള്ള മരങ്ങൾ അവിടെ കണ്ടമാനം മരങ്ങൾ വേറെ ഉണ്ടതാണ് അവിടെ കൊണ്ട് വെച്ചു. ഇവിടെ അല്ലട്ടോ വർക്ക് ഇവിടെ നിന്നല്ല, വർക്ക് എത്രയില് നമ്മള് ഇവർക്കായിട്ട് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വെള്ളൽപ്പറപ്പൂർ നാട്ടിൽ. ഒന്ന് കൂടി എടുത്തു നോക്കിയാ എന്നോട് ഇതേ വെള്ള ഫാൻ ഇട്ട് വെച്ചിട്ട് അയക്ക് ഇറങ്ങാതൊക്കെയാണല്ലേ. പക്ഷേ പള്ളി പോവാ. അത് ശരി. ആ ഉച്ചൂട്ടി മുണ്ടുവരും പറഞ്ഞേ, അത് വിഷയമല്ല. ഇന്ന് അംഗൻവാടി പോയില്ലേ? പോയോ? അംഗൻവാടി പോയില്ലല്ലോ വെള്ളത്തിയെ. എന്താ പോവാഞ്ഞി? ടീച്ചർ തല്ലൂലേ? ടീച്ചർ അടിക്കൂലെന്നെ? ടീച്ചർ നാളെ ചോദിക്കും ഇതൊക്കെ അംഗൻവാടി പോരാത്തത്. എൻ്റെ ചങ്ങാഴ്ച പോയോ? പോയിനെ? അന്നോണ്ട് പോയില്ല? അല്ല ഇതെന്താ ഉണ്ടാക്കണേ? എന്തുണ്ടാക്കണേ? ചോറോ? ചെറ്റ ചോറുണ്ടാക്കേ? അപ്പൊ ഇന്ന് നമുക്ക് ചോറ് കഴിച്ചാലേ ഈ ചെറ്റകളെ? നമുക്ക് കഴിച്ചൂടെ? എത്ര ആക്കുണ്ടാവും? ഇതാ അങ്ങോട്ട് നോക്കിയാ, അങ്ങോട്ട് നോക്കിയാ മടി. നാടൻ പണിയല്ല പോലാന്ന്, മണ്ണും പണിയല്ല അറിയില്ലാന്ന്. റാശിയെ ഇതാ ഡ്രസ്സ് മാറ്റുക കേട്ടോ. ചുറ്റിക്കുള്ളൊന്നല്ല, ഇജാ ഡ്രസ്സ് മാറ്റി നോക്കി ആ ബാ തീരും. എനിക്ക് എക്സ്പീരിയൻസ് വർക്കല്ലേ ഇതൊക്കെ. ഞാൻ പറഞ്ഞിക്കോ നോക്ക്, എന്റെ കൈക്ക് പരിക്കുള്ളതുകൊണ്ടാണ് ഞാൻ മാത്രം, അല്ലെ ഇന്നെ അവിടെ കാണുമ്പോഴില്ല. ഞാൻ പറഞ്ഞിക്കോ ചക്രൈവ് അവിടെപ്പോ പണിയിലാണ്. അത് ചോറുണ്ടാക്കുന്ന, ചോറുണ്ടാക്കി കൈ വെക്കണം കേട്ടോ. അല്ല വെള്ളമൊക്കെ വരണല്ലോ. അരിയുടെ ഇതില് അരിയുടെ അരിയില്ല ഇതില്. ഏത് ഇതോ? വീണ ഞാൻ പണിക്കൂലി കിട്ടിയായിരുന്നു. നല്ല അടിക്കായാലും താഴണ്ടല്ലേ. പ്ലാൻ പറ. ഇതാരെ വെച്ചിട്ടാണ് വണ്ടി ഓട്ടോ ആ ഭാഗത്തേക്ക് എത്തിച്ചാനായിട്ട്. അളിയ അവിടെ തേക്കിൻ്റെ താഴെ മരട് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയൊക്കെ തിരിച്ചെത്തിയിരുന്നു കേട്ടോ. എന്താ ചെയ്ത് നോക്കുകയാണ്. ചിക്കനൊക്കെ ഫുള്ള് കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അവിടെ എന്തോ വാഷ് ചെയ്യാണ്. എന്താ വാഷ് ചെയ്യണേ? അരിയോ? അരി വാഷ് ചെയ്യാണ്. ഏതാ അരി? ബിരിയാണി റൈസോ? അപ്പം അരി തീ കൊണ്ട് കണ്ട കീറണമെന്ന് നോക്കണ്ട. അത് എന്താ വെള്ളം തിരിച്ച്
2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ കേൾക്കാണ്ട് ഇതൊക്കെ ഉള്ളു കൊടുക്കുക അല്ലല്ലോ. അപ്പോൾ ചിക്കൻ്റെ വെള്ളം മൊത്തത ഇതിന്ന് ഒഴിഞ്ഞു പോകാനും വേണ്ടി ചെമ്പട്ടിയിൽ ആക്കി വെച്ചിട്ടാണുള്ളത്. കിലോ ചിക്കനാണ് 2ൻ്റെ അടുത്തുള്ള ചിക്കൻ. അപ്പോൾ 1 കിലോയ്ക്ക് 2 കിലോ ചിക്കൻ യൂസ് ചെയ്യുന്നുണ്ട്. 2 കിലോ ചിക്കൻ ഉണ്ട് അല്ലേ? ഓക്കെ. അങ്ങനെ ഇതിക്ക് വെള്ളം പറഞ്ഞ അരിക്ക് ഈ കുടുക്കലോ വെക്കണേ, ഈ ചെറിയ കുടുക്കലോ ഇത് അതിലെ റൈസ് വെക്കണേ. അത് തയ്യോ എല്ലാവർക്കും? ഏടാ അതല്ല, എത്ര ആളുണ്ട് നോക്കിയാ? ഞാൻ പറഞ്ഞതാ ബിച്ചുട്ടി ഇജി 2ആയി. അനക്കൻ എത്ര വേണമെന്നാ അറിയോ? ശിവുണ്ട്, ശിവൂടുണ്ട് 3ആയി. ഞാനുണ്ട് 4ആയി. പിന്നെ അതാ സെൻസുണ്ട് 5. പിന്നുള്ളത് ലിയ ആദി 6, 7 ആളായില്ലേ. പിന്നെ വേറെ വരിക കുഞ്ഞാ വരുമോ? 8ആയി. പിന്നെ ആരണ്ട? ഉമ്മയും. അപ്പോൾ 8 ആൾക്കാർക്ക് 8 ആൾക്കാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ വെക്കണത്. 8 ആൾക്കാർക്ക് വെക്കണം കേട്ടോ ഈ ചെറിയ കുടുക്കയില്. തെയ്യോ പഠിച്ചാൽ ഇതിലൊക്കെ തിട്ട് എന്താ ഏലക്കായോ? പട്ട, പൂവ്, ഏലക്കായി. ഇതിപ്പോ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് ഏകദേശം? ഒരു 4 ലിറ്ററോ? ഇതിപ്പോ ഈ ഒരു കൈപ്പാട് 2.25. അപ്പൊ റൈസ് എത്ര ഉണ്ട്? 1.25 റൈസ്. അപ്പൊ ഓക്കെയാണ്. 8 ആൾക്ക് ഉണ്ടാവും. 1 കിലോ 6 ആൾക്ക് 1 കിലോ റൈസ്. ഓക്കെ. അപ്പൊ ഇതിലിട്ടത് ഏല, ഗ്രാമ്പു, പൂവ്. ഇനി അത് തിളച്ചിട്ട് വേണ്ടോ? അതിക്ക് തിളക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ അതിനെന്താ അപ്പുറത്ത് നോക്കണേ? അപ്പൊ 2 ചോറൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച 1 മാത്രം വെക്കുന്നുള്ളൂ. നാളെ പറ്റിച്ചല്ലേ. അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ഉപ്പിട്ട് അപ്പൊ പാകത്തിനുള്ള ഉപ്പിട്ട് അല്ലേ? ചോറ്റുകൾ ഉപ്പ്. ഇതില് ഓയില് ഏത്? സൺഫ്ലവർ. അപ്പൊ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി സാമ്പിളായിട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ കളിക്കാ അത് തിളച്ചിട്ടോ. അതിലുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തുള്ള ഏലക്ക, ഗ്രാമ്പൂ ഇട്ട വെള്ളമൊക്കെ തിളച്ചിട്ട് ഇതിലും പട്ടി 3 ഏലക്കായിട്ടാണ്. ഇത് വെള്ളം തിളച്ച ഓഫാക്കിട്ടോ. ഇതിനെ ഇളക്കിക്കൊണ്ടൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം ഫുള്ളും പറഞ്ഞിട്ട് ഇന്ന് അത് ചൂടുവെള്ളം ഇട്ടത് എന്നാലും പെട്ടെന്ന് ആവുള്ളൂ. 2 കപ്പ് വെള്ളം പറഞ്ഞ്. ഇതിപ്പോൾ 3ാമത്തെ കപ്പ് വെള്ളം പറഞ്ഞിട്ടോ. 2.5. ഇത് എത്ര വെള്ളം പറഞ്ഞേ? 2.5 മുക്കാൽ പറഞ്ഞേ. അപ്പം 2.25 വെള്ളം, 1 കപ്പ് വെള്ളം പറഞ്ഞു. ഇത് ഇളക്കണ്ടത്? ഇത് ഇളക്കണ്ടേ? ഓക്കെ. അങ്ങനെ റൈസ് ഇടാം കേട്ടോ. പച്ചത്തെ 2 ഇത് റൈസ് ഇട്ട് അത്ര 1.25 റൈസ് അല്ല പറഞ്ഞേ? 1 കിലോ റൈസ്. അങ്ങനെ അതിലേക്ക് എന്ത് ചെയ്തു? ഫുൾ റൈസ് ഇതിലേക്ക് ഇട്ടിട്ടോ. ഇതിന് ഭാഗമായിട്ട് വരണ്ടേ? വേണ്ടേ ഫുള്ളായിട്ട്? നമുക്ക് ഇത് ഫുൾ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചു വെക്കും. ഇനി അതിലേക്കൊന്നും ഇടാല്ലോ. ഓക്കെ. ആ മറ്റേക്കുള്ള അരി ഇവിടെ ഇടാം. അപ്പോൾ 1 കിലോ. അപ്പോൾ ഇത് 2 കിലോ ഉണ്ട്. ഇത് 1 കിലോ. അപ്പോൾ 2 കിലോ ആണ്. അപ്പോൾ 12 ആക്കി കഴിക്കാനുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. രാത്രി കൂടി ഇല്ലാന്ന്. അപ്പോൾ അതും വാഷ് ചെയ്യാം കേട്ടോ. ഫസ്റ്റായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു വീഡിയോ ഇടുന്നത്. വീണ്ടും ഉള്ളുന്നത് ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ആദ്യം ഞാൻ പറയാണ്. തെറ്റുകളൊക്കെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം അതുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. തെറ്റുകളുണ്ടെങ്കിൽ ഇനി അതേപോലെ ചെയ്ത് നമ്മൾ ഒന്നുകൂടി എക്സ്പീരിയൻസ് ആയിട്ട് എന്ത് ചെയ്യുക നല്ലേക്കുള്ള വീഡിയോ അങ്ങനെ വന്നുകൊണ്ട് പോകും. അപ്പം
അപ്പം ഇതിപ്പോൾ നമ്മളെ എന്താ പറയുക പെങ്ങൾ വീടായതുകൊണ്ട് ഇവിടുന്ന് ചിക്കൻ ബിരിയാണി, അതായത് വിളയിൽ ചിക്കൻ ബിരിയാണി ഇല്ലടാ പറഞ്ഞേ. അതായത് എൻ്റെ പെങ്ങളായ പൂമോള ചിക്കൻ ബിരിയാണി അവളെ സ്പെഷ്യൽ ഈ റെസ്ക്യൂ വിളയത്തെന്ന് പറയണ്ട ഓളെ, അതായത് എൻ്റെ പെങ്ങളെ വിളിക്കുന്ന പൂമോളെന്നാണ് എനിക്ക് നെയിം. അപ്പം അവളെ ചിക്കൻ ബിരിയാണി കേട്ടോ, അങ്ങനെ പറയാനാണ് പറഞ്ഞത്. അപ്പോൾ നോക്കാം, ഇതൊക്കെ ഇനിയും കുറേ സാധനങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പം നെയ്ച്ചോറാക്കി ഉണ്ടാക്കുക, അങ്ങനെ അത് ഉണ്ടാക്കണേ. അത് റൈസ് വെള്ളം വറ്റിച്ചാട്ടോ. അത് ശരി, അതായത് ഈ റൈസുകളുടെ വെള്ളം വെറ്റിക്കായിട്ട് താനെ നെയ്ച്ചോറ് രൂപത്തിൽ. ഓക്കെ. പിന്നെ രാവിലത്തെ ഇഡ്ഡലിയാണ് കാണുന്നത്. എന്താ മൂടി വെച്ചിന്, ഇതിനും ബാക്കിയാണ്. ഇതിപ്പോൾ ഞാൻ ആരാ കഴിക്കാനാവോ? ഇതിപ്പോൾ എന്താ, ഇത് റൈസിലുള്ള ഈ പാത്രം ചോറ് തീക്ക് വെക്കും. അപ്പോൾ ഈ സാധനത്തിനാ അങ്ങനെയുണ്ടോ? അങ്ങനൊക്കെ ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനൊക്കെ ഉണ്ട്. സംഭവം നമ്മൾ കാണാത്ത കുറേ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തേക്കും എന്ത് ചെയ്ത് റൈസ് ഇട്ടിട്ടോ. അത് തിളച്ചിനാണ്. തിളച്ച് ഉപ്പൊക്കെ നോക്കിയല്ലേ? ഉപ്പ് ഇട്ടണല്ലോ കുറച്ച് പാകത്തിന്. ഓഫാക്കി കഴിഞ്ഞ് തിളച്ചപ്പോ ഓഫാക്കി സാധനത്തെ കറക്കി വെച്ചു. അത് ശരി. അപ്പൊ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാം അല്ലേ? അല്ല ഞാൻ ചോദിക്കണതല്ല, അപ്പൊ ഇനി ഇത് അടുപ്പത്തൊക്കോ? ഇതിങ്ങനെ വെക്കുള്ളൂ? അപ്പൊ ഇതിന്നിട്ട് പോകുമോ ഇനി? അപ്പൊ ഗ്യാസ് എത്ര മതി? റൈസ് കണ്ടില്ലേ, നമ്മൾ നേരത്തെ എടുത്ത റൈസ് ഉണ്ട് ഇതിനുള്ളിൽ വെച്ചു. ഇനിയിപ്പോൾ ഇതിൽ വേവിച്ചൊന്നും വേണ്ടതാണ്. അതല്ല ഇതും അതേമാതിരി തന്നെ ചെയ്യാം. അപ്പൊ രണ്ട് സാധനം അതേമാതിരി. അത് ശരി. ഇത് 1.5 കിലോന്. അപ്പൊ നമ്മൾ രണ്ടാമത് ഇട്ടത് കൊടുക്ക, 1 കിലോന്റെ കൊടുക്ക. ആ കാണുന്നത് എന്ത് ചെയ്ത് 1 കിലോന്റെ കൊടുക്ക കേട്ടോ. പിന്നെ റൈസ് കുക്കർ ഉണ്ട്, ആ മൂടി വെച്ചാണ് റൈസ് കുക്കർ. ഇത് 1.5 കിലോൻ്റെത്. തടി പിടിച്ചോ? അപ്പൊ സംഭവം കുറഞ്ഞ ഗ്യാസ് കൊണ്ട് പരിപാടി ചെയ്യല്ലേ? അതിക്ക് ഉപ്പിടാണ്, ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് റൈസുകൾ ഉപ്പാണ് ഇട്ടത്. ഹലോ ഗൈസ്, ഇതാ അടുത്ത 1.5 കിലോൻ്റെ റൈസ് കുക്കർ ഇട്ടത്. ഈ പുറത്തുള്ളത് 1 കിലോൻ്റെത്, ഇത് 1.5 കിലോൻ്റെത്. അത് തിളച്ച് കഴിഞ്ഞാൽ അതേമാതിരി എന്ത് ചെയ്യും, അത് തീക്ക് വെക്കും. ഇതാ അങ്ങനെ 1.5 കിലോൻ്റെ സാധനം എന്ത് ചെയ്ത് തീക്ക് വെച്ചിട്ടോ, അങ്ങനെ അതും ക്ലോസ് ചെയ്യാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം അടുത്തതായിട്ട് നമ്മൾ ഇതാ വലിയൊരു ചെമ്പട്ടി ഉണ്ടായി വെച്ചിട്ടുണ്ട്. ഇതെന്താ? ബിരിയാണി പോട്ട്. സോറി, എനിക്കറിയാത്തോണ്ട് കേട്ടോ, ക്ഷമിക്കണം. ബിരിയാണി പോട്ട്. ഓക്കെ ഓക്കെ. ഇത് എത്ര കിലോൻ്റെ? 3 കിലോൻ്റെ ബിരിയാണി പോട്ടാണിത്. അപ്പോൾ ഇതിക്ക് എന്താ ചെയ്യുക? ചിക്കനായിട്ട് മസാല അത് ചൂടാൻ വെച്ചിട്ട് അതിന് മുമ്പ് എന്ത് ചെയ്യാം, നമുക്ക് അളിയൻ എന്താ പണി എന്തായി നോക്കാം കേട്ടോ. അളിയൻ ബേക്കറിയുടെ കീറി ഫുള്ള് താത്തിനാ നോക്കാം. കൈക്കോട്ട് ഇൻ്റെ തരേ അല്ല, താത്തി ഇത്രങ്ങാനും താഴത്തെത്തി കേട്ടോ. അതാ ഇനിയിപ്പോൾ കുറച്ചുകൂടി താത്തിയ വെള്ളം കാണല്ലോ ഉച്ചിട്ട്. കഴിഞ്ഞോ? ക്ഷീണിച്ചോ? അവിടെ കുറച്ച് ഇഡ്ഡലി ബാക്കിയുണ്ട്. അത് വേണോ? വെള്ളയപ്പില്ല. എന്താ ഷൻസന്റെ ഫ്രണ്ടാണിത്. എന്താ പേരെന്താ? എൻ്റെ പേരെന്താ? പാത്തുമ്മേ. പാത്തുമ്മ എൻ്റെ പേര്. ഇങ്ങോട്ട് നോക്ക് പാത്തു.
കണ്ടു നോക്കിയാ ഇജ്ജ് അങ്കൽവാടി പോയില്ലെന്ന് ഏണി എന്താ അങ്കൽവാടി പോവാൻ നിങ്ങൾ രണ്ടാൾ കള്ളത്തിയാളാ നോക്കിയാ ഇജ്ജ് എപ്പോഴാ പോയ ഇന്ന് പോയോ എപ്പോഴാ പോയിന് ഇജ്ജ് ഇവിടെ ഉത്തർക്കണതാ നോണ പറയാ എൻ്റെ ചോറുണ്ടാക്കലൊന്നും കഴിഞ്ഞില്ല ഇന്ന് തളക്കുവോ സാധനം ഇന്ന് തിന്നാൻ കിട്ടുമോ ചോറ് എപ്പോഴാ കിട്ടുക ഇപ്പോ വേ ഉണ്ടാക്കിക്കൂടെ നമുക്ക് ഇജ്ജ് ഉണ്ടാക്കിയിട്ടാണ് ഇത് കഴിക്കാൻ എത്ര ആക്കാണത് തിന്നാൻ ടേസ്റ്റ് വേണമെന്നോ അനക്കുണ്ടാക്കാൻ അറിയില്ല ഇജ്ജുണ്ടാക്കും ഇതെന്ത് ചോറാ ബിരിയാണി ചോറോ ബിരിയാണി അത് എന്നിട്ടൊരു ചിക്കനോടെ ചിക്കനോ ബീഫോ ഇറച്ചിയോ ചിക്കനാ ചിക്കനോടെ ഇതിൽ ചിക്കൻ ആണെങ്കിൽ എന്താ ചെയ്യോ 2 കല്ല് തീക്കിട്ടാൽ മതി അപ്പോൾ ചിക്കനാവും ഇടട്ടെ വേണ്ട അപ്പോൾ ചിക്കൻ 2 ചിക്കനായി ഒന്ന് അനക്കൊന്ന് എനിക്കുമല്ലേ അതിൽ ചിക്കന് അങ്ങനെ ഏകദേശം വേര് കണ്ടിട്ടുണ്ട് ഇതാ വേര് സൈഡ് ഞാൻ കാണണ്ടല്ലേ വടിയെത്തി അപ്പോൾ അതുകൊണ്ട് എന്താ അറിയോ സ്വന്തമായിട്ട് ഇനി കട്ടിൽ മെഷീൻ ഉണ്ടാക്കാം മിറ്റിത്തെടുക്കണ തേക്കാണ് കാണാൻ ഏകദേശം കൊത്തി താഴത്തെത്തിയിട്ടുണ്ട് അതായത് അതിനെ വേര് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക അടുക്കള ഭാഗത്തേക്കിനെ പിന്നെയും തിരിച്ചു വരും നമ്മൾ അപ്പോൾ അത് വരാൻ കാരണം ഇവിടെ കാത്തിക്കാൻ ചില കാരണം നമ്മുടെ റെസിപ്പി മറന്നു പോകും മാറിപ്പോവും പിന്നെ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ നമ്മൾ അടുക്കള എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് സാധനം എന്തൊക്കെയാണ് ഇടാൻ നോക്കാം നമുക്ക് ഇപ്പം വെളിച്ചെണ്ണ വെച്ച് ഓക്കെ അത് ആ അടുപ്പ വലുത് അപ്പൊ ഉള്ളി എത്ര 1.5 കിലോ ആണോ എത്ര നമ്മൾ 8 എത്ര ഉള്ളി എടുത്ത് 6 അത് 6 വലിയ ഉള്ളി അല്ലേ 6 അടുത്ത് കായം മസാല ഉണ്ടായിക്കോട്ടെ ഞാൻ ആക്കി തരാം വെളിച്ചെണ്ണ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം വെളിച്ചെണ്ണ കുറച്ച് യൂസ് ചെയ്യാൻ പറയാൻ കാരണം എന്താ പറയുക വെളിച്ചെണ്ണക്ക് ഭയങ്കര റേറ്റാണ് അപ്പോൾ ഇതിൽ കുറച്ച് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞത് അല്ലേ ഇത് നല്ലോ വാടണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നെ ഇളക്കാൻ ഏൽപ്പിച്ചതാണ് എടുത്ത് കൈ കൊണ്ടാണ് ഞാൻ ഇളക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആ സ്പീഡും കാര്യങ്ങളൊന്നും എനിക്കുണ്ടാവില്ല പിന്നെ ഇവിടെ തക്കാളി എടുത്തിട്ടുണ്ട് 6 തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ അതും കൈ കൊണ്ടാ കട്ട് ചെയ്യണത് കണ്ടില്ലേ അല്ല ഇജ്ജ് ചോറുണ്ടാക്കി കഴിഞ്ഞോ എൻ്റെ എൻ്റെ ചോറുണ്ടാക്കി കഴിഞ്ഞോ എന്നിട്ട് ഇവിടെ ചോറൂടെ നമുക്ക് കിട്ടിയില്ലല്ലോ ഇവിടെ ഉണ്ട് ഇവിടെ കൊണ്ടുവരേ ഇവിടെ ആരൊക്കെ കഴിക്കാണ്ടറിയോ എൻ്റെ ചോറ് കഴിക്കണ്ടേ വെള്ളം കുടിച്ചുകൂട് ബിസ്മില്ലേ വെള്ളം കുടിച്ചപ്പോ ചെല്ലില്ലല്ലോ മറന്നില്ലേ എന്നാ ബിസ്മില്ലേ ചെല്ല് പാത്തൂസേ വെള്ളം വേഗം കുടിച്ചുകൂട് ഇരുന്ന് കുടിച്ചാലോ ഇരുന്ന് കുടിക്കും നല്ല കുട്ടികളെ ഇരുന്ന് കുടിച്ചാലോ വെള്ളം കുടിച്ചാ എന്താ അവളെ തെങ്ങാക്കി എത്തി എനിക്ക് വെള്ളം വേണോ വേണ്ട മതിയോ മതി നീ ചോറുണ്ടാക്കാൻ പോവാ ഞാൻ ഉപ്പേരി ഉണ്ടോ എന്താ ഉള്ളത് സ്പെഷ്യൽ എന്താ പോയി അവിടെ എന്താ ചെയ്യാ എളിഞ്ഞിയും വെട്ടണതാ അപ്പുറം തെങ്ങ് വെട്ടിയപ്പോൾ എളിഞ്ഞിയും കെട്ടിയതാണ് അത് എളിഞ്ഞനാണ് പോലെന്നതാ അത് ശരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൈസ പൈസ കിട്ടിയാലല്ലേ എന്റെ മോണിറ്റേഷൻ പോലും ഓണായില്ല പൂമോളെ സ്പെഷ്യൽ ബിരിയാണി റേറ്റ് കാരണം അതങ്ങനെ ഉള്ളി ശരിക്കും വാടാണ്ട് ഞാൻ ഇളക്കിയിട്ട് കറക്റ്റ് ആണില്ല അപ്പം തന്നെ പ്രശ്നം കരിവേപ്പിൻ്റെ ഇട്ടിട്ടോ എത്ര 2 ഇട്ട് 2-3 ഇല്ലി
ഇതാ ഈ കാണുന്ന കരിവേപ്പിൻ്റെ ഇല. അപ്പോൾ അടുത്തതായിട്ട് തക്കാളി ഇടാൻ പോവാണ്. നമ്മൾ കട്ട് ചെയ്ത ഫുൾ തക്കാളി ഇതിക്കിട്ട് തക്കാളിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇനി ഒന്നുകൂടി വാടാണ്ടല്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും മുളകിൻ്റെ എത്ര എടുത്താൽ അറിയോ? അതൊക്കെ ആവശ്യത്തിനുള്ളത്. അപ്പോൾ കണക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, എത്രയൊന്നും കണക്ക് അറിയാത്തതുകൊണ്ടാണ്. അതെന്താ ഇനി അതിക്ക് തക്കാളി നേരിട്ട് ഇടുന്നു. എന്ത് കഴിഞ്ഞ് നിങ്ങളെ കണ്ടോ കൈ കൊണ്ട് വരുന്നത്? ഈ അധിക പെണ്ണുങ്ങൾ അങ്ങനെയാണ്, കൈ കൊണ്ട് മാത്രം ഫുള്ള് തരും. കട്ടിംഗ് ബോർഡ് പെര ഉണ്ടായാലും എന്ത് ചെയ്യും, ഫുള്ള് കൈ കൊണ്ട് തരും. അല്ല അത് വേറെ കഴിവാണ്, അത് വേറൊന്ന്, അത് ഞാൻ കുറ്റം പറയില്ല. ഇതാ അങ്ങനെ അളിയൻ വെട്ടി തേങ്ങയുടെ ഇളഞ്ഞീനെ കിട്ടിയിട്ടുണ്ട്. വെള്ളം അളിയൻ കുടിച്ചിട്ടുണ്ട്. അപ്പം എളിഞ്ഞും കിട്ടിയാണ്. അപ്പോൾ രാവിലെ നമുക്ക് എളിഞ്ഞ് നിന്നാ എനിക്ക് വേണ്ടേ മോളെ? ആ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ആവാനും വേണ്ടി എന്തായാലും ഈ ഇതിനിട്ട് ടോപ്പ് ഇട്ട് മൂടിയിട്ടുണ്ട്. അതായത് അടുപ്പിട്ടുണ്ട്, പെട്ടെന്ന് ആവുമെന്നാണ് പറഞ്ഞത്. ഇതാ ഈ കാണുന്ന എളിഞ്ഞുണ്ടല്ലോ, അത് കഴിക്കണ്ടോ? എന്തിന് വെച്ചിട്ട് ചെറുത്തിട്ട് വരില്ല, അങ്ങനെ എക്സ്പീരിയൻസ് ആയി വരണം. നമ്മളൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ. രാവിലെ സാധനം കിട്ടി അടിപൊളി. അടിപൊളി നമ്മടില്ലേ അങ്ങനെ ഉണ്ടാക്കും. അതായത് ഈ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് അറിയാം നമുക്ക് എടുക്കാൻ കഴിയില്ല. എന്തായാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം അല്ലേ. ഇടത് കൈയാണ് ഒരു പദത്തിന്, അടുത്ത കൈ എന്ത് ചെയ്യാം നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ശീലാക്കുക. ഇനി എന്താ പറയുക, ഇനി പെങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പം പെങ്ങൾക്ക് കൊടുക്കണം. ഇതല്ല എടുത്ത് ഞാൻ അത് തരും ഫുള്ള് തീർത്തായിട്ട് വെച്ചേക്കാല്ലേ. എനിക്ക് വേണ്ട നീ ആ ഒന്ന് ഓണത്തോളം വന്നിട്ട് തീർത്തട്ടെ. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണാണ്. 1/2 ടീസ്പൂണിൻ്റെ വലുപ്പം കാണിച്ചു കൊടുത്താൽ ഈ ആൾക്കാർ തെറ്റിദ്ധരിച്ചു. അത് ശരി. അതെന്തോ മുളക് പൊടിയോ? മുളക് പൊടി നിർബന്ധമില്ല. അത് ശരി. കളറിനും വേണ്ടി, മസാലൻ്റെ കളറും വേണ്ടി. പെരിഞ്ജീരകം പൊടിച്ച പെരിഞ്ജീരകം കേട്ടോ. അത് ചിക്കൻ മസാല അത് കുറച്ചുള്ളൂ, ആ കുറച്ച് ഉള്ളിലേക്ക് ഇട്ടുണ്ടോ. കുരുമുളക് പൊടി അത് പാക്കറ്റ് വാങ്ങല. അങ്ങനെ ചിക്കൻ ഇടാണ്. നമ്മൾ 2 കിലോ ചിക്കന് നേരെ മസാലയ്ക്ക് ഇടാൻ പോവാണ്. അങ്ങനെ ചിക്കൻ ഇട്ടു. ഇനി ഇളക്കാൻ ഭയങ്കര പാടായിക്കാരല്ലോ. ഇനി മൂടിയൊക്കെ ചെയ്യാം. വെള്ളം പാരല്ലേ എങ്ങനെ വെക്കലോ? മൂടി വെക്കും. ചിക്കൻ്റെ വെള്ളം ഇറങ്ങും അതിക്ക്. ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. നിധിക്കത്തേടല്ലേ ഗരം മസാല അത് ഈസ്റ്റാണ്. ഇനി അടുത്തത് വെച്ചുകൊണ്ടിരിക്കുന്നത് എത്ര, 1 പാക്കറ്റോ 1/2 പാക്കറ്റോ? കാലല്ലേ. അതിന് 250 ഗ്രാമിൻ്റെ അടുത്ത് അത് പറയാം. തൈര് നമ്മൾ സാധാരണ ഒഴിക്കണം എന്തിനാ, നമ്മൾ പുളിട്ടാനല്ലേ മസാല. സംഭവം എനിക്കും മെച്ചാ, കാരണം ഇത് ഉണ്ടാക്കണ്ട. എനിക്കും എന്താ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. എനിക്കും വേണം ട്രൈ ചെയ്ത് നോക്കാം. ഓർമ്മയില്ല കേട്ടോ. അതായത് ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കും പഠിച്ചാലോ. അപ്പോൾ ഇനി എന്താ സാധനം എന്താ, മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് പൊതിയുണ്ടല്ലേ.
ഞാൻ അങ്ങനെ ഓരോന്നുണ്ട് കുക്കാണെങ്കിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കിയത്. അതെന്താ അതിലെ ഉപ്പിട്ടേക്കല്? പ്ലാസ്റ്റിക്കിന്റെ ഉപ്പില് ഉപ്പ് ഇട്ട ചില പ്രശ്നം എന്താ പറയുക? പൊട്ടുന്ന ഭരണിയത്. ഭരണിയാണ് ഇത്. പ്ലാസ്റ്റിക്കിന്റെ ഉപ്പിൽ ഇട്ടാ അറിയോ അവ എങ്ങനെ ഒരുമിച്ച് വരും. പൊട്ടുന്ന ഭരണി തൊട്ട് വെച്ചിട്ട് അത്ര കനം നോക്കിയത്. ആ കനണ്ടല്ലോ ഇത്. അവിടെ വെച്ചാ പൊട്ടൂലേ ചൂടാക്കിയാട്ട്? അങ്ങോട്ട് ചൂടാക്കുന്നില്ല. വേറെ വിഷയമുണ്ട്. നമ്മളിവിടെ മരം ക്ലീൻ ആക്കില്ലേനോ, ആ മരത്തിൻ്റെ അടിയിൽ മണ്ണ് മാന്തില്ലേനോ. അപ്പം ആ മരം വെട്ടുന്ന ആൾക്കാർ വന്നിട്ട് പറഞ്ഞെന്തായാലും ഇത് ഇങ്ങനെ ആക്കിയാൽ പോരാ. എന്താ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ ഫുൾ കുറച്ചുകൂടി, അതായത് വാളുണ്ട് ഓല എടുത്ത് മെഷീനാണ്, അത് വെട്ടുന്ന വാളാണ്. അപ്പോൾ ആ വാള് വെക്കാനും വേണ്ടി എന്ത് ചെയ്യണം, കുറച്ചുകൂടി വീതി വേണമെന്ന് പറഞ്ഞത് കേട്ടോ. എന്താ ഈ കാണുന്ന വീതി കുറച്ചുകൂടി വേണം, എന്നാലേ വാള് കറക്റ്റായിട്ട് കുടുങ്ങുള്ളൂ, അല്ല വാളടങ്ങൂലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി പള്ളിയിൽ നിന്ന് വലിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യുക, അല്ലെ ഒന്നുകൂടി ഇത് വലുതാക്കും എന്നാണ് പറഞ്ഞത്. തേക്കിൻ്റെ വേരെത്തിയിട്ടുണ്ട്, വേരെ കണ്ടിട്ടുണ്ട്. പണിക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഇത് ഫുൾ അടച്ചു വെച്ചിട്ടുണ്ട്. അല്ല ഇനിയിപ്പോൾ കുറച്ച് ടൈം പിടിച്ചോ പൊളിച്ചെന്നാലും കൊടുത്ത്? എത്ര മണിക്കൂർ പിടിക്കും? എത്ര ടൈം പിടിക്കും? അരമണിക്കൂറോ? പോയിപ്പോൾ എത്ര ടൈം പിടിച്ചു? 15 മിനിറ്റോ? അതൊക്കെ ചമ്മന്തി ഉണ്ടാക്കാണ്ട് തേങ്ങ ഇതിപ്പോൾ റാക്കുമ്പോൾ ഫിറ്റ് ചെയ്ത സാധനം. അപ്പോൾ തേങ്ങ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ ഇതെത്ര സാധനം? അതെന്താ? മല്ലിച്ചപ്പ് മതി. അത് ആ ചമ്മന്തിക്ക് യൂസ് ചെയ്യാനാ? തേങ്ങ ചെറിയ കുരുണ്ട് തേങ്ങ. ഇതൊക്കെ മൊച്ചിങ്ങ തേങ്ങയാണ്. ഇതിലുള്ള ചമ്മന്തി റെഡിയാക്കാണ്. അല്ല ഇതിൽ അതിൻ്റെ എന്തൊക്കെ ഇട്ട് തേങ്ങയും അത് തന്നെ ഉള്ളൂ? മല്ലിച്ചപ്പ് ഇതൊക്കെ ഇഞ്ചും ചീരുള്ളി ചെറിയ കണ്ടോ? ഉപ്പ് ലാസ്റ്റ് അടിച്ചു കഴിഞ്ഞ് അത്ര ഉള്ളൂ. 2 തക്കാനാണ് പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ അടുക്കുന്നത് നമ്മൾ ഇട്ട മസാല ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മസാല വെള്ളം ഉണ്ടല്ലോ, വെള്ളമുണ്ട്, കായുണ്ട്, അക്കഞ്ഞ് പറ്റി പോകില്ലേ? ഓക്കെ ഓക്കെയോ? ഉപ്പ് ഞാനാ നോക്കണേ, പഠിച്ചോന്നറിയാം. നാളെ കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറയും. അത് കളിഞ്ഞില്ലല്ലോ, കളിഞ്ഞതവിടെ എനിക്ക് വേണ്ടി ബാക്കി വെച്ചതാ. പള്ളി പോണ്ടേ? ഇത് കുളിച്ചണില്ലേ? എന്നാ വേഗം നോക്ക്, ടൈം ആവാനായി. എനിക്ക് വിളിച്ചണോ? ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വിളിച്ചാന്ന്. എന്താ പറഞ്ഞാരോ ആ വെട്ടുന്ന ആൾക്കാർ വന്നിട്ട് പറഞ്ഞത്, ആ അങ്ങനെ ആവശ്യമുള്ള സുർക്ക വെച്ച് കിട്ടോ, ഓവറാക്കണ്ട, കാരണം പിന്നെ ഫുള്ള് സുർക്കനായി കടയിൽ. ആ സുർക്ക കഴിഞ്ഞു. അപ്പോൾ എന്നോട് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, അതിനെ സൈഡ് കുറച്ചുകൂടി വലുതാക്കാണ്ട്, എന്നാലും വാള് വെക്കുള്ളൂ. വാള് എന്ത് ചെയ്ത് മെഷീൻ്റെ വാള് കൊടുക്കുള്ളൂ. അപ്പോൾ ബിച്ചുട്ടി പറയണേ ഷിബുവിനും കൂട്ടാം, എന്നാൽ വേ പരിപാടി ചെയ്യും. ആ ഇപ്പോൾ നമുക്കുള്ള ബിരിയാണിക്കുള്ള എന്താ പറയുക, ചിക്കനല്ല സോറി, എന്തായാലും തൈരാണ് റെഡി ആക്കിക്കൊണ്ട് വെക്കുന്നത്. ഇത് തൈര് ഉള്ളല്ലോ, വേറെ തൈര് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ മുളകാട്ട് ഇരിക്കണം ഇതിൽ. തൈരിക്കുള്ള മുളക് ഓക്കെ, മുളകായി. ഇതിൽ ചിക്കൻ മസാല ഇതിൻ്റെ ഉള്ളിൽ വേവാണ്, ആയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് റൈസ് ഉണ്ടാവും ഇതിക്കിടാൻ. അപ്പോൾ നമുക്കിത് അടുത്തതായിട്ട് ഇതിക്ക് ഉള്ളി കട്ട് ചെയ്തുകൊണ്ടാണ്. ഉള്ളി ഇതിക്ക് കട്ട് ചെയ്യുന്ന ഉള്ളി വേറെ ടൈപ്പ് ആയിക്കാരം കേട്ടോ, വേറെ മോഡലേക്കാരം. അതായത് കണ്ടില്ലേ, മസാലക്ക് എരിഞ്ഞ ടൈപ്പ് വേറെ, ഇതിക്ക് എരിഞ്ഞ ടൈപ്പ് വേറെ. ഇതിൻ്റെ പേരെന്തുണ്ടോ, കട്ടിങ്ങിൻ്റെ പേര് എനിക്കറിയോ? ഏതായാലും നമുക്ക് സലാഡ് കട്ടിങ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. എനിക്കും അറിയില്ല. ഇടരുന്നേ പുതിനടയിൽ മല്ലിക മാത്രമോ? ഉപ്പുമോളെ സ്പെഷ്യൽ തൈരാണ് ഈ കാണുന്നത്. അതുപോലെ ചമ്മന്തി, ക്യാരറ്റൊന്നുമില്ല, അതൊന്നും വേണ്ട. ഉപ്പിട്ടോ? ആ അതിടാൻ മറക്കണ്ട. ഓ എന്താ സ്മെല്ല് അറിയോ? ഇതിന്റെ സ്മെല്ലല്ല, ഉള്ള സ്മെല്ല, ആ റൈസിന്റെ സ്മെല്ലാണല്ലേ. എന്താ റൈസായി. അപ്പം ഇതിലേക്ക് റൈസ് ഇടാൻ പോവാണ് കേട്ടോ. എന്താ റൈസ് ഫസ്റ്റത്തെ നമ്മൾ 1.5 കിലോൻ്റെ 1.5 കിലോ അല്ലേ? 1ൻ്റെ ഒക്കെ തന്നെ അങ്ങനെ
ഈ സാധനം എടുക്കല്ലേ? കുറച്ചതിന് ശേഷം റൈസ് ഇട്ടതിന് ശേഷം അയക്കാട് കയറ്റി വെച്ചാൽ കുറഞ്ഞ ഗ്യാസ് കൊണ്ട് എന്തായി പരിപാടിയായി. സംഭവം നേക്ക് പരിപാടിയാ. ഇത്ര ഗ്യാസ് ലാഭിക്കാരോ. അത് നല്ല സ്മെല്ലുണ്ട്. കാര്യം പറയാ ആ ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട് ഇതിക്കനെ നേരിട്ട് എരിയാണ്. അപ്പോൾ അതിൻ്റെ സൺ ലെയർ ആക്കിയിട്ടാണ് എരിഞ്ഞ മല്ലിച്ചപ്പ് എന്ത് ചെയ്താൽ ഇവിടെ തന്നെ കട്ട് ചെയ്തിട്ടാണ്. ഇങ്ങനെ കട്ട് ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സാധനം ഈ റൈസിൻ്റെ ഇടയിൽ നമുക്ക് സ്വന്തമായിട്ട് കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിടും. ഇനി എന്താ മസാല ഇടണ്ടേ? അത് ശരി. അപ്പോൾ ക്യാരറ്റ് ഇല്ല. അല്ല എന്താ ഗരം മസാല. ഓക്കെ. ഇനി എൻ്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ എൻ്റെ ലെയർ ചെയ്യും ഇതേമാതിരി. അടി ചെരിഞ്ഞാളാ മേലേക്ക് പോലെ കേട്ടോ. ചൂണ്ടല്ലോ ഇട്ടാ ഒന്നും രസം ഉണ്ടാവും കാണാൻ. പാൻ കൊടുക്കണ്ടോ? 12:10 അല്ല കൂടിയൊക്കെ 5 ഉണ്ട്. വേറെ ഇഷ്ടമല്ല. പിന്നെയും ഗരം മസാല ഇട്ട് കൂടിട്ടാളാ. ഇതിലോ അത് മറ്റേ അത് തീയില്ലല്ലോ, അതിക്ക് വെക്കണോണ്ടല്ലേ ഫുള്ള് പോവില്ലേ? പോവല്ലോ അല്ലേ? ആ എന്നെ ഞാൻ പറഞ്ഞോട്ട് ഇത് കുറവുണ്ടോ? ആ അതായത് ഒന്ന് മറ്റേ പ്യൂർ വൈറ്റും ആണ്, മറ്റേ പ്യൂർ വൈറ്റും ആണ്. ഇതെന്ത് കുറച്ച് കളർ കമ്മിയുണ്ടല്ലേ? അതെ. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞു. ഇതെന്താ പറയുക, ഇത് കാണുമ്പോൾ ഒന്ന് പള്ളേക്ക് കൂടുണ്ടോ ഒരു ഡൗട്ട് ഉണ്ട്. വിശക്കണതേ. സൺഫ്ലവർ ഓയിൽ ഇതിന് മുകളിൽ കൂടെ ഒഴിക്കാണ്. ആ റൈസ് എന്തിനാ ഒട്ടി പിടിച്ചാക്കാനല്ലേ? ഞാൻ വിചാരിക്കേണ്ടത് ഇതിൻ്റെ കുറച്ച് മെത്തേഡൊക്കെ എനിക്കറിയാം, അത്രേ ഉള്ളൂ. അതിനെ ഫുൾ കറക്റ്റായിട്ട് അറിയില്ല. ഫുള്ള് ഒഴിച്ചോ? അങ്ങനെ എന്താ ദമ്മത്തോടെ കത്തിച്ചിട്ടുണ്ട്. കരി എടുത്തിടാ. അപ്പോൾ ഈ അടുപ്പത്ത് എന്ത് ചെയ്യാണ്, ചൂടുള്ള കനലുകൾ എടുത്താണ്ട് നേരെ ഇതിൻ്റെ മുകളിലിടും. കുറവാണ്, എന്നാലും നമ്മൾ ഉള്ളത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിലാകുമ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. സാധാരണ ഞാൻ പങ്ങോട് ചോദിച്ചപ്പോൾ എന്തായത്, ഈ കനലിടുന്ന റൈസുള്ള വെള്ളം എന്ത് ചെയ്തു വലിച്ചെടുക്കുക എന്താ പറഞ്ഞിട്ട്, അങ്ങനെ വലിച്ചിട്ട് എനിക്ക് ഐഡിയ കിട്ടിയില്ല. അത് പറഞ്ഞ് പിന്നെ അത് എത്രയില്ല അങ്ങനെ ആരെങ്കിലും എന്താ ചെയ്യുക, ഈ സംഭവം മുകളിൽ കനൽ എന്തിനാണ് എല്ലാ ബിരിയാണിൻ്റെ മുകളിൽ കനലിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരോടും കൂടി. എനിക്ക് മനസ്സിലാകത്തുണ്ടാണ് കറക്റ്റായിട്ട് എന്തെങ്കിലും അത് ഉണ്ടാവും. അത് 100 പൊളിഞ്ഞ് 100 റൈസ് കാണണ്ട, അപ്പുറത്ത് റൈസ് മാറ്റി വെച്ചാലോ.
അപ്പോൾ ഞാനത് ഫ്രഷായിട്ട് പള്ളി പോയി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയി ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഇതാ പൊട്ടിച്ച് കണ്ടോ, പൊട്ടിക്കാണ്. നേരത്തെ അടുത്തതിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. അപ്പം ആണ് ബിരിയാണി ദമ്മൊക്കെ ഒഴിവാക്കി എടുത്ത് എന്ത് ചെയ്യാണ്, അപ്പുറത്തെ ഈ പാത്രത്തൊക്കെ മാറ്റാണ്, റൈസ് മാറ്റാണ്. അങ്ങനെ മസാല ബിരിയാണി നല്ല ഉറപ്പിക്കായിരുന്നു. എന്താ സ്മെല്ലറ്. അങ്ങനെ റൈസൊക്കെ മാറ്റി ദാഹത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ അല്ലാ മസാലയാണല്ലോ കാണുന്നത്. ചിക്കൻ നല്ല സ്മെല്ലുണ്ട്. കണ്ടിട്ട് തന്നെ എനിക്ക് അടിപൊളി ടേസ്റ്റ് ആയി കാണാണ്ട് തോന്നുന്നത്. വീഡിയോ കൊണ്ട് ചോറ് കൊളായില്ലേക്കും കാണുന്നുണ്ടാവില്ല. പിന്നെ ഒരാളിതാ പാത്രമൊക്കെ പിടിച്ച് ഇപ്പോഴേ കാത്ത് നിൽക്കുകയാണ്. എപ്പോണ്ട് ബിരിയാണി തുറക്കാൻ കാത്ത് നിൽക്കുകയാണ് ഒരാള്. ഇതാ അവിടെതാ ഒരു ടീം ഉണ്ടല്ലേ. സെൻസ ഓയ് ആ ഫോണുമ്മലാ പറയുക, അതാണ് എന്റെ ടേബിളോ. അപ്പൊ ഞങ്ങളിതാ എന്താ പറയല് പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് മസാല റെഡിയാക്കി വെച്ചിട്ട് റൈസ് ഇവിടെ ഉണ്ട്. ഇതിൽ കഴിഞ്ഞ് വരാനുള്ള നമ്മളെ ചമ്മന്തിയും പിന്നെ എന്താണ് തൈരും. വെറുതെ കാലും കൈയും കയറ്റി വെച്ച് ഇപ്പോഴേ ഇരിക്കണതാ. പാത്രത്തേക്കാട് കോരിട്ട് കൂടെ എവിടുത്തെ കാത്തിക്കണേ. ആ അങ്ങനെ തൈര് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ മോളെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. ചോറിന് കോരിട്ടില്ല, അതാണ് അവൾ ഇടാത്തോണ്ട്. ഇക്കണ നോക്കിയാ വെള്ളം നിറഞ്ഞിരിക്കുക. അങ്ങനെതാ അടുത്ത വ്യക്തി അളിയനെ വെച്ച്. അല്ല നിങ്ങളൊന്നും ഇരിക്കണില്ലേ? ആ ഇരിക്ക്. ആ ഫോണൊക്കെ ഓഫാക്കിയാണ്. ഫോൺ ഓഫാക്കി ഇതിലുള്ള ബാക്കി എന്താ കാട്ടണേ മോളെ? ഈ ഹാഫ് ഇതിലുള്ള എന്താ ചെയ്യണേ? ഇത് പിന്നെ എടുക്കാം. ഓക്കെ, അത് ബാക്കിയുള്ള കേടും വിചാരിച്ചാണ് ഇതൊന്നും കാട്ടാതെ അതേമാതിരി വെക്കണം കേട്ടോ. അല്ല സെൻസൊക്കെ എടുത്ത് ഷിബുവിനും എടുത്ത് അടുത്തതാ പാത്തൂസ് തട്ടോ. കൊയിഞ്ഞോടില്ലല്ലോ ഷിബൊക്കെയാ. ഷിബു എത്തറിയോ കുറച്ചിട്ടെടുത്താൽ പറഞ്ഞ അതൊന്നും തയ്യൂലാന്ന്. അതാണ്ടാവില്ലേ കൊക്കോ വേണ്ടേന്ന് എന്നോട് സെൻസനോട്. വേണ്ടേ കൊക്കോ വേണ്ട? കോയിന്നില്ല, ഓള് കോയിന്നില്ല. കഴിച്ചാ എന്നിട്ട് പാടം പറഞ്ഞ ഷിബുവാണ് ടെസ്റ്റ് ചെയ്യണ ഫസ്റ്റ് കേട്ടോ. ആയിരിക്കാം. എന്താ എന്റെ മുഖത്തൊക്കെ ഒരു ഇത് എന്തൊക്കെയുണ്ടോ? എങ്ങണ്ട്? അടിപൊളിയാ? തിന്നോക്ക്. ഷൻസ എങ്ങണ്ട്? പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അളിയൻ കഴിക്കണതാ. ഷിബുവിൻ്റെ തോന്നാൻ കൈ പിടിച്ച് കഴിക്കണത്.
ഷൻസത് അപ്പുറത്തുള്ളത് പതുത്ത അപ്പുറത്ത് അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് എന്താ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എടുക്കുള്ളൂ അതല്ല ഇനി വീഡിയോ ഉണ്ടാവില്ല. വെച്ചിട്ട് ഇതാ ഫുഡ് കഴിച്ചിട്ടുള്ള പണിയിലാണ്. അപ്പോൾ ആ തിന്നൊക്കെ ഇല്ലാതാ പോലെ വെച്ചിട്ട് ഇതേ ശിവൻ കുമാളെ കുമാളെ ശിവൻ വിളിച്ചാ തേക്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പണിക്കാരൻ ചോറൊക്കെ വെച്ചിട്ടോ. വൈകുന്നേരമാണ് ചോറ് വെച്ചത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ചോറ് വെച്ചിരിക്കണത്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഒന്ന് ജുമാന്റെ ശേഷം ഒന്ന് കഴിച്ചു. ഇപ്പൊ ഒന്ന് കഴിച്ചിന് കണ്ടില്ലേ ഞങ്ങളിവിടെ ഫുള്ള് ഇതുണ്ടായിന്. കണ്ടില്ലേ നമുക്ക് ഭയങ്കര കലിപ്പിലാണ്. പണിയെടുത്ത് ഭയങ്കര സീനാണ് കാണുന്നത്. അപ്പൊ ഇത്ര പണിയുള്ള പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇവിടെയുള്ള ഫുള്ള് തോലുണ്ടില്ലേ അതൊക്കെ നമ്മള് വെട്ടി ഇതാ ഒഴിവാക്കി. ലിയട്ടതാ ലിയതാ അടുത്ത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഇതാ ഈ കുയിലുള്ള മരം മൊത്തം വെട്ടിയാണല്ലേ. ഇതാ ഇതുപോലെ വെട്ടിയെടുത്തോ. പക്ഷേ മരം കഥയുണ്ട് കണ്ടില്ലേ. തേക്കാണിത്. തേക്കിനല്ലേ അടിഭാഗമാണ് ഈ കാണുന്നത്. നല്ല കഥയുണ്ട്. കുഴപ്പമില്ല. ഇവിടൊക്കെ ഫുള്ള് കാതലിൻ്റെ മരമാണ്. ചെറുതാക്കി വെട്ടിയതാണ്. അതെ പിന്നെ ഇവിടൊക്കെ ലിയ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലേ ലിയ ചൂരം കൊണ്ടുവന്നതിന്. അപ്പം തെങ്ങ് വെട്ടിയത് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ഈ തോല് വെട്ടിയായിട്ട് എന്ത് ഓരോ തെങ്ങിനെ അറ്റ കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ശിവ് വെട്ടിയുണ്ട്. പിന്നെ പെങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അന്നെ കുടുങ്ങിയില്ല ഇതിൽ അറിയാതെ സോറി. അപ്പോൾ അപ്പം എന്ത് ചെയ്യാം ഇത് ഫുള്ള് പോലെ ക്ലീൻ ഇടാം. എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവിടെ ആ കുഴി മൊത്തം മൂടിച്ചോ. ഇവിടെയുള്ള കുഴി മൊത്തം മൂടിയിട്ടുണ്ട്. എനിക്കിനെ പണിയെടുക്കാത്തതുകൊണ്ട് സുഖം. ഫുള്ള് നല്ലേക്ക് അടിച്ചു തരട്ടെ എന്നോട് പറഞ്ഞേ കേട്ടോ. നല്ലേക്ക് ഫുള്ള് അടിച്ചു നിൽക്കോ. ഒരു ചണ്ടി ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് ഇനി വരണ്ട. തെങ്ങിൻ്റെ കരിമ്പ് പറഞ്ഞ സാധനം എടുക്കാണ്. വീഡിയോ കൊത്ത്. ഞാൻ ഇപ്പൊ ഇജ്ജ കൊത്തനാണെന്ന് ഇപ്പൊ ഞാൻ കുറച്ച് പണി ഉണ്ടാവും. ആടാ കൈക്ക് പറ്റുള്ളൂ. കുത്തിക്കൂട് അതല്ല ഇറ്റ്. ഇജാ കൊത്തിനെ കണ്ടപ്പോ മനസ്സിലായി ഇന്ന് തീരില്ലാന്ന്. ഇജ്ജ് കുടിച്ചണ്ട എന്റെ സിസ്റ്റം തന്നെ ആണെന്നോ. അപ്പം ഇത് കട്ട് ചെയ്യണം. ഇത് സാധനം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്യില്ല. കട്ട് ചെയ്യാൻ പാല് വരും. അങ്ങനെ അതാ ശിവു പോവാ കേട്ടോ. അവര് പോവാ. അങ്ങനെ ആ തേക്കിന്റെ മരം പോയ പെരന്റെ ഷോക്ക് വന്നിട്ടോ. നേരത്തെ ഇവിടെ ഫുള്ള് ഇരുട്ടായിരുന്നു. അപ്പോൾ പെരക്കുള്ള ഷോ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് തേക്ക്. അവന്റെ ബൈക്ക് എടുത്ത് അവൻ പോവാനുള്ള ഒരുക്കത്തിലാണ്. യാത്ര ആയിക്കോട്ടെ ഞങ്ങള്. അരെ ഹെൽമെറ്റ് എടുത്തോളാം. ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. വേറൊന്നും ഉണ്ടായിട്ടല്ല. അതായത് ചിക്കൻ ദം നമ്മളെ ചിക്കൻ ബിരിയാണി പൂമോളെ സ്പെഷ്യലായ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ മരമുറി ഉണ്ടായിന്. മരമുറി ഉണ്ടായിന്. ആ മരത്തിൻ്റെ പണിയൊക്കെ ഉണ്ടായിന്. അതിനെ മരത്തിൻ്റെ പണിക്ക് അളിയനെ ബിച്ചുട്ടി, ലിയ, പൂമോള്, ഷിബു അങ്ങനെ എല്ലാവരും പങ്കെടുത്ത് അതെ ഞങ്ങൾ പങ്കെടുത്ത്. ഞങ്ങളെ പെരകളല്ലേ. ഞങ്ങളെ പെരകളുടെ പണിയില്ലടാ. പിന്നെ എത്ര പേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം അതന്നെ ഞാൻ ഫുള്ള് ക്യാമറ എടുക്കാം, എനിക്കത് പണി കേട്ടോ, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് ചോറ് കഴിക്കാനായിക്കണേ ആയില്ല. അപ്പം മരിവാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 8 മണിയാകുമ്പം രണ്ടാമത് ഫുഡ് കഴിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇതുപോലത്തെ നല്ല വീഡിയോ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ഇത് ഫസ്റ്റിൻ്റെ വീഡിയോ ആണ്, ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും വിചാരിക്കണേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.